Good morning, students. അടുത്തൊരു പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ 0 to 2, ഇന്റഗ്രൽ 0 to 1, x by xy plus 1 whole square dy dx. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ x by xy plus 1 the whole square എന്നാണ് ഫംഗ്ഷൻ. x by xy plus 1 whole square. അപ്പോൾ ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് x വെച്ചും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഈ ഫംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ആരാണ്? y ആണ്. അപ്പൊ y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? y യുടെ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. ഈ ഫംഗ്ഷനോട് അകന്ന് കിടക്കുന്ന ആരാണ്? dx ആണ്. അപ്പൊ x ന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 0 ആണ്, അപ്പർ ലിമിറ്റ് ഏതാണ്? 2 ആണ്. അപ്പൊ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, അത് x ന്റെയും y യുടെയും ലിമിറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രൽ 0 to 2, ഇവിടെ ഇന്റഗ്രൽ 0 to 1 x into xy plus 1 whole square നമുക്ക് എങ്ങനെ എഴുതാം? xy plus 1 whole raised to minus 2 dy dx എന്ന് എഴുതാം. ആ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ xy plus 1 ഹോൾ സ്ക്വയറിനെ ന്യൂമറേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? xy plus 1 ഹോൾ റേസ് ടു മൈനസ് 2. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ഇന്റഗ്രൽ 0 to 2. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ x കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഈ xy plus 1 ഹോൾ റേസ് ടു മൈനസ് 2 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? xy plus 1 whole raised to minus 2 plus 1 divided by minus 2 plus 1. തീർന്നോ? തീർന്നില്ല. ഇൻടു ഈ y യുടെ കോഎഫിഷ്യന്റ് ആരാണ്? y യുടെ കോഎഫിഷ്യന്റ് x താഴേക്ക് ഇറക്കി എഴുതണം. നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ഇന്റഗ്രൽ ഓഫ് x raised to n dx is equal to x raised to n plus 1 by n plus 1. ഈ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇവിടെ xy plus 1 ഹോൾ റേസ് ടു മൈനസ് 2 ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ xy plus 1 ഹോൾ റേസ് ടു മൈനസ് 2 plus 1 by minus 2 plus 1. തീർന്നില്ല. ഈ y യുടെ കോഎഫിഷ്യന്റ് ആയി x നെ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതി. ഇനിയും x നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമ്മുടെ ലിമിറ്റ് ഏതാണ്? y യുടെ ലിമിറ്റ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. y യുടെ ലിമിറ്റ് 0 to 1 എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എന്താ കിട്ടണമെന്ന് നോക്കിയേ. ഇന്റഗ്രൽ 0 to 2, ഇവിടെ മൈനസ് 2 plus 1, മൈനസ് 2 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. ആ -1 നമ്മൾ പുറത്തേക്ക് ഇറക്കി എഴുതി, 1 by -1. ഇനി നമ്മൾ നോക്കാം, xy plus 1 ഹോൾ റേസ് ടു മൈനസ് 2 plus 1 എന്നാണ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? xy plus 1 ഹോൾ റേസ് ടു -1 എന്ന് വരും അല്ലേ? xy plus 1 ഹോൾ റേസ് ടു -2 plus 1 എന്നുള്ളത് -1 എന്ന് വരും. ഈ -1 നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ 0 to 1 dx ലിമിറ്റ് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഏതാണ്? 1 by -1 ഇന്റഗ്രൽ 0 to 2. ഇവിടെ 1 നമ്മൾ ആർക്ക് കൊടുക്കണം? y-ക്ക് കൊടുക്കണം. അപ്പൊ 1 y-ക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? x plus 1 ഹോൾ റേസ് ടു -1 എന്ന് വരും. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ, ലോവർ ലിമിറ്റ് നമുക്ക് y-ക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോ നമുക്ക് കിട്ടുന്നത് -1 dx. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 by -1 ഇന്റഗ്രൽ 0 to 2 1 by 1 plus x -1 dx എന്ന് വരും. 1 by 1 plus x -1 dx എന്ന് വരും. ഇനി വേണമെങ്കിൽ മൈനസ് നമുക്ക് അകത്തോട്ട് എടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 0 to 2 1 minus 1 plus x dx എന്ന് വരും. അപ്പൊ x മാത്രമായിട്ട് വന്നു. നമ്മൾ ഈ മൈനസ് അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 1 minus 1 by 1 plus x എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കാം, 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? x എന്ന് കിട്ടും. 1 by 1 plus x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ, 1 by ഇന്റഗ്രൽ ഓഫ് 1 by x dx എന്താണ്? log x ആണ്. അപ്പൊ 1 by 1 plus x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log 1 plus x എന്ന് വരും. ലിമിറ്റ് ഏതാണ്? 0 to 2 ആണ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്പർ ലിമിറ്റ് 2 അപ്ലൈ ചെയ്യാം. 2 minus
ലോഗ് 1 + 2 എത്രയാണ് 3. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടുന്നത് 0 - log 1 എന്നാണ്. log 1 എത്രയാണ് 0 ആണ്. അപ്പൊ ഫൈനൽ ആൻസർ എന്ത് കിട്ടും നമുക്ക് 2 - log 3. അവസാനത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടി 2 - log 3 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഫംഗ്ഷൻ x/xy + 1 ഹോൾ സ്ക്വയർ എന്നാണ്. ആ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഡിനോമിനേറ്ററിനെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. xy + 1 ഹോൾ റേസ് ടു -2 എന്നാക്കി. അതിനുശേഷം നമ്മൾ ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്? ഇന്റഗ്രൽ ഓഫ് x⁻n dx ന്റെ ഫോർമുല അപ്ലൈ ചെയ്തു. അങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? xy + 1 ഹോൾ റേസ് ടു -2 + 1/-2 + 1 into x. ഈ x ഉം വെട്ടിപ്പോയി. പിന്നെ നമ്മൾക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും? 1 - 1/1 + x എന്ന് കിട്ടും. കണ്ടോ? 1 - 1/1 + x. പിന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കിട്ടും. 1/1 + x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log 1 + x. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 2 - log 3. log 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ ഫൈനൽ ആൻസർ വിൽ ബി 2 - log 3. അപ്പൊ ഇതുപോലത്തെ കൊച്ചു പ്രോബ്ലംസ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ ഓരോ സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കയറാൻ പറ്റും. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ചെയ്തത് എന്താണ്? 2 ലിമിറ്റും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ലിമിറ്റ് വേരിയബിൾ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ റെക്ടാങ്കുലർ റീജിയൻ. 2 ലിമിറ്റും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ റീജിയൻ. ഇനിയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നോൺ റെക്ടാങ്കുലർ റീജിയനിലെ പ്രോബ്ലംസ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് തരില്ല. നമ്മൾ ഗ്രാഫ് വരച്ച് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ dx dy എന്നുള്ളത് dy dx ആക്കി ചെയ്യാൻ പറയും. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ, ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് പുതിയ ലിമിറ്റുകൾ കണ്ടെത്തണം. അതിന് നമ്മൾ ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ പുതിയ പ്രോബ്ലംസ് വരുമ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുമാത്രം നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതോ അത്രമാത്രം നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം കൂടി വരും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ചെയ്ത് പഠിക്കും കേട്ടോ.